കൈ പൊള്ളി, കണ്ണു തുറന്നു. നിയമനങ്ങളിൽ ജാഗ്രതയോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മന്ത്രി സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവും അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുടെ അഭിഭാഷകനും ഇടം പിടിച്ചത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിച്ചു. രണ്ടുപേരെയും അതിവേഗം മുഖ്യമന്ത്രി ഒഴിവാക്കിയെങ്കിലും അതുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം വലുതാണ്. നടത്തിയ നിയമനങ്ങൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ശേഷിക്കുന്ന നിയമനങ്ങൾ ജാഗ്രതയോടെയും അവധാനതയോടെയും നടത്താനാണ് തീരുമാനം. നിയമനം ആഗ്രഹിക്കുന്നവരുടെ വലിയൊരു പട്ടിക തന്നെ സർക്കാരിന് മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് ജനറലിൻ്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയും ഓഫീസുകളിൽ ആകെ 133 അഭിഭാഷകർക്കാണ് നിയമനം നൽകേണ്ടത്. നിയമനം ലഭിച്ച 90 പേരുടെ കൂട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കേസ് വാദിച്ചിരുന്ന അഭിഭാഷകൻ കെ.ബി. പ്രദീപ് ഇടം പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒഴിവിൽ ഉൾപ്പെടെ ഇനി 44 പേരെ നിയമിക്കണം. അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപ് എങ്ങനെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നതിലെ ദുരൂഹത നിലനിൽക്കുകയാണ്. അസംതൃപ്തി യൂത്ത് കോൺഗ്രസിലൂടെ പ്രകടമാവുകയും ചെയ്തു. കൂട്ടത്തിലും കൺമുന്നിലും ഉള്ളവരെ കാണാതെ ശുപാർശകളിലെ പ്രാമുഖ്യം മാത്രം കാണരുതേ എന്ന് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോണാണ്. സർക്കാർ തിരുത്തിയെങ്കിലും ശബരിമല കേസുള്ള കാലത്തോളം പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം കേൾക്കേണ്ടി വരും എന്നതാണ് കോൺഗ്രസിനെയും UDFിനെയും അസ്വസ്ഥമാക്കുന്നത്. ചുരുങ്ങിയ മണിക്കൂറെ സ്പെഷ്യൽ പ്ലീഡർ ചുമതലയിൽ ഇരുന്നുള്ളൂവെങ്കിലും ശബരിമല കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അഡ്വക്കേറ്റ് പ്രദീപിൻ്റെ കൈവശം എത്തിക്കാണുമെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചത് ഇതിൻ്റെ സൂചനയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ അട്ടിമറി സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. RSS അജണ്ടയുടെ സന്ദേശമാണ് ഈ നിയമനം നൽകുന്നത് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വിമർശനം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും കടമ്പയെ നിൽക്കുന്നു. ചുരുക്കം മന്ത്രിമാരാണ് നിയമനം പൂർത്തിയാക്കിയത്. നിരവധി ശുപാർശകൾ സർക്കാരിന് മുന്നിലെത്തുന്നുണ്ട്. ഈ നിയമനങ്ങളിലും എല്ലാവിധ പരിശോധനകളും നടത്തി സുതാര്യമാക്കാനാണ് നീക്കം. സ്റ്റാഫ് നിയമനം നടക്കാത്തതിൽ പല വകുപ്പുകളും പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുമില്ല.